ഇവിടെ ഇന്ന് ജയരാജൻ പറയുന്നത് ബി.ജെ.പിയുടെ ഗൂഢാലോചനയാണ്. കാരണം ശോഭാ സുരേന്ദ്രനാണ് ഈ വിഷയം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും സംഭവിച്ച കാര്യമാണെന്ന് പിന്നീട് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അവിടെ മറുപടി പറഞ്ഞു പോയേ പറ്റൂ. ഈ ബി.ജെ.പി നേതാക്കളൊക്കെ ഇപ്പം പ്രഭാരിയായ ജാവദേക്കറൊക്കെ ഇങ്ങനെ CPM-ന്റെ ആളുകളെയൊക്കെ ഇങ്ങനെ വലവീശി പിടിക്കാൻ നടക്കുകയാണ് എന്നുള്ള ഒരു തരത്തിലുള്ളൊരു പ്രചരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്നത് എന്ത് ഗുണമാണ് പാർട്ടിക്ക് ചെയ്യുക എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഇങ്ങനെ നേതാക്കളെ മറ്റ് പാർട്ടികൾ നേതാക്കളെ വലവീശി പിടിക്കാതെ ബി.ജെ.പിക്ക് കേരളത്തിൽ വളരാൻ പറ്റില്ലാത്ത സാഹചര്യമാണോ ഇപ്പോൾ? അങ്ങനെയല്ല, അതൊരു വലവീശി പിടിക്കലോ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ സൗഹൃദ ചർച്ച എന്നതിന് മാത്രമായി കണ്ടാൽ മതി. EP ജയരാജനെ പോലെ ഒരാളെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹസവും ഒരു കേന്ദ്ര നേതാവോ പ്രകാശ് ജാവദേക്കറോ അല്ലെങ്കിൽ കേരള ബി.ജെ.പിയോ ശ്രമിക്കില്ല എന്നുള്ള കാര്യം പരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. EP ജയരാജനെ മാത്രമല്ല, ഒരു പ്രഭാരി എന്ന രീതിയിൽ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരായിട്ടുള്ള മുഴുവൻ MLA-മാരെ കണ്ടിട്ടുണ്ട്, CPI-കാരെ കണ്ടിട്ടുണ്ട്, CPM-കാരെ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ബി.ജെ.പിയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മുഖമാണ് പ്രകാശ് ജാവദേക്കർ. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അനുസരിച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹം ബി.ജെ.പിക്കാരെ മാത്രമല്ല ഇതര പ്രസ്ഥാനങ്ങളുമായി പെട്ട ആളുകളുമായിട്ട് വളരെയധികം വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ യുദ്ധമുഖത്ത്, ഒരു പാർലമെന്റ് ഇലക്ഷന്റെ യുദ്ധമുഖത്ത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളെ കാണുന്നത് സ്വാഭാവികമാണ്. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അനുകൂലമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഇതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി.ജെ.പിക്കാർക്ക് അല്ലെങ്കിൽ ബി.ജെ.പി എന്ന പ്രസ്ഥാനത്തിന് ഒരു രാഷ്ട്രീയ ഐത്തം കൽപ്പിച്ചുകൊണ്ട് അകറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിന്റെ ഉപരിമണ്ഡലത്തിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നൊരു പ്രസ്താവനകൾ പലപ്പോഴും കാണാറുണ്ട്. ആ പ്രസ്താവനകളൊക്കെ സത്യത്തിൽ ഈ കേരളത്തിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോ ഈ ചർച്ചയും വിവാദങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടത് ബി.ജെ.പിക്ക് അല്ലെങ്കിൽ ബി.ജെ.പിക്കാരുടെ ഐത്തമില്ലാത്ത പൊളിറ്റിക്കൽ നേതാക്കന്മാരും പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളും ആയിട്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ മാറിയിട്ടുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ബി.ജെ.പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടുള്ള അവരുടെ മനോഭാവത്തിൽ വന്ന മാറ്റമാണ്. ആ മനോഭാവത്തിൽ വന്ന മാറ്റം അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നമുക്കറിയില്ല, കേരളത്തിൽ തന്നെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കൾ, ഇപ്പൊ പത്മജ ആയിക്കോട്ടെ, അനിൽ ആന്റണി ആയിക്കോട്ടെ, ഇപ്പൊ അബ്ദുള്ളക്കുട്ടി ആയിക്കോട്ടെ, വിവിധ ആളുകൾ ബി.ജെ.പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ സജ്ജരായി നിൽക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അത് ആ പാർട്ടിയുടെ ഒരു മേന്മയും അല്ലെങ്കിൽ ബി.ജെ.പി ഉന്നയിക്കുന്ന വികസന അജണ്ട അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അജണ്ടയ്ക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ആളുകൾ തയ്യാറായിട്ടുണ്ട്. സ്വാഭാവികമായി പ്രകാശ് ജാവദേക്കർ EP ജയരാജനുമായി സംസാരിക്കുന്നു, നമ്മുടെ രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുരളീധരനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ ആളുകളുമായി വിവിധ സന്ദർഭങ്ങളിൽ, കാരണം അദ്ദേഹം കേരളത്തിന്റെ പ്രഭാരിയായി ചുമതലയേറ്റതിനു ശേഷം വിവിധ സാഹചര്യങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അല്ലാതെ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനോടുള്ള പക്ഷേ ഇതിനിടയ്ക്ക് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കൂടെ ഇടയ്ക്ക് പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ഒക്കെ ഇങ്ങനെ ബി.ജെ.പിയിലേക്ക് വന്നു. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നതിനിടയ്ക്ക് അങ്ങനെ ചില സംഭവങ്ങളും ഉണ്ടായി, അങ്ങനെ നിരവധി ആളുകളെ എത്തിച്ചു. അല്ല, അതൊരു പ്രസ്ഥാനത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണല്ലോ. ബി.ജെ.പിയോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്ന മതഭീകരവാദികളല്ലാത്ത, രാജ്യവിരുദ്ധരല്ലാത്ത ആളുകളെയും മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും എല്ലാവരും ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലോ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കണം എന്ന അജണ്ട ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലെ ആളുകളേ ഉള്ളൂ. ഒന്ന് ഇന്നത്തെ ബി.ജെ.പിക്കാരും മറ്റൊന്ന് നാളത്തെ ബി.ജെ.പിക്കാരും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളോട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിനകത്ത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത മതഭീകരവാദികൾ, രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഒഴികെ ബാക്കി എല്ലാവർക്കും ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന പ്രസ്ഥാനമാണല്ലോ. ഇപ്പൊ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ തന്നെ, രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ ഒരു 10 വർഷത്തിനപ്പുറത്തേക്ക് K കരുണാകരന്റെയോ നമ്മുടെ ആന്റണിയുടെ മകനോ ഒക്കെ ബി.ജെ.പിക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ബി.ജെ.പി വളരെയധികം മാറിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിക്കുന്നു, പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് പ്രസക്തി ഉണ്ടാകുന്നു. അതിന് സ്വാഭാവികമായിട്ട് ആളുകൾ വന്നു ചേരും. അത് കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, എല്ലാ അർത്ഥത്തിലുള്ള ആളുകൾ ബി.ജെ.പിക്ക് വന്നു. പൊളിറ്റിക്കൽ ആളുകൾ മാത്രമല്ല, ഇപ്പൊ അണ്ണാമലയെ പോലെയുള്ള IPS-കാര്, നമ്മളെ കിരൺ ബേദിയെ പോലുള്ള രാഷ്ട്രീയക്കാര്, നമ്മളെ ടെക്നോക്രാറ്റ് ആയിട്ടുള്ള നമ്മളെ ശ്രീധരൻ സാറെ പോലെയുള്ള ആളുകൾ. അപ്പോ ഒരു ബഹുജന സംഘടന രീതിയിൽ എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളാനുള്ള പ്രസ്ഥാനമാണ് ബി.ജെ.പി. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളുമായിട്ട് സംവദിക്കും, എല്ലാ ആളുകളുമായി രാഷ്ട്രീയം സംസാരിക്കും. എതിരാളികളോട് പോലും രാഷ്ട്രീയം സംസാരിച്ച് അവരെ സ്വീകരിക്കും എന്നുള്ളത് ഞങ്ങളുടെ നയത്തിന്റെ ഭാഗമാണ്. അതൊരു EP ജയരാജനെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു ഗൂഢാലോചനയായിട്ട് ആരും കരുതണ്ട. അതൊരു പാർട്ടിയുടെ ഒരു നയമായിട്ട് നമ്മൾ കണ്ടാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ട് ബി.ജെ.പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കേരളത്തിൽ നിലനിൽക്കുന്നു. ആ നിലനിൽപ്പിന്റെ ആധാരമായിക്കൊണ്ട് പ്രിന്റോ, ഇത് നമ്മുടെ ഈ ജയരാജനുമായുള്ള ചർച്ചയുടെ 90% പൂർത്തിയായി എന്ന് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാണ് കേട്ടോ.
ജയരാജൻ ബി ജെ പിയിലേക്ക് വരുമെന്ന് പറഞ്ഞതും 90% പൂർത്തിയായെന്ന് പറഞ്ഞതും മറ്റെന്തൊക്കെയോ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞതും ശോഭാ സുരേന്ദ്രനാണ്, BJP നേതാവ് തന്നെയാണ്. അല്ല, അതിനെ ഞാൻ പറയാം, അതിനെ നമ്മളിപ്പോ അതിനെ ചർച്ചകൾ കടന്ന് നടന്ന കാര്യങ്ങൾ എന്താണ്, അതിന്റെ 90% ബാക്കി എന്നതിനപ്പുറത്തേക്ക് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച പ്രകാശ് ജാവ്ദേക്കർ നടത്തിയെന്നുള്ളത് സത്യമാണ്. അത് ഈ ഇദ്ദേഹത്തെ BJPയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അദ്ദേഹം പൊളിറ്റിക്കൽ അജണ്ട ഭാഗമായിട്ട് മാത്രമല്ല, ഇത് സ്വാഭാവികമായിട്ട് എല്ലാ ആളുകളും നമ്മൾ EP ജയരാജന് മാത്രമാണ്, കോൺഗ്രസിന്റെ മുഴുവൻ MPമാരുമായി പ്രകാശ് ജാവ്ദേക്കർ ചർച്ച നടത്തിയിട്ടുണ്ട്. CPI-ക്കാർ ഇപ്പൊ EP ജയരാജനെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്ന CPI-ക്കാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട്, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിന്റെ ഒരു ശൈലി തന്നെ അദ്ദേഹം സത്യത്തിൽ നമുക്കറിയാം ഈ ക്രൈസ്തവ സമ്പർക്കവുമായി ബന്ധപ്പെട്ട ഇവിടെ ഏറ്റവും കൂടുതൽ CPM-കാർക്ക് വിറങ്ങി പിടിച്ചാലും കോൺഗ്രസ്സുകാർക്ക് വിറങ്ങി പിടിച്ച ഈ ക്രൈസ്തവ സമ്പർക്കവുമായി ബന്ധപ്പെട്ട ബിഷപ്പ് ഹൗസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. അത് വലിയ വിജയമാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഒരു ഇന്ത്യ ഭരിക്കുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അജണ്ട ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് BJP എന്ന പ്രസ്ഥാനത്തിന്റെ മികവാണ്. അതിനകത്ത് പ്രത്യേകമായി ഗൂഢാലോചന നടത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമല്ലത്.